ഇടതുപക്ഷമില്ലാതെ കേരളമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന KC പിള്ള അനുസ്മരണം തേവലക്കര പുത്തൻ സങ്കേതത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തോറ്റാലും വിജയിച്ചാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേ മുന്നോട്ടു പോകാനാകൂ. ശശി തരൂരിന്റെ ശരീരം കേന്ദ്രത്തിലും ചിന്ത മറ്റൊരിടത്തുമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇടതുപക്ഷമില്ലാതെ കേരളമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. മൂല്യം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. തോറ്റാലും വിജയിച്ചാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. 2010 പരാജയപ്പെട്ടപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ വിമർശനം ഇടതുപക്ഷം കേൾക്കേണ്ടി വന്നു. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ വിജയമാണ് നേടിയത്. തേവലക്കരയിൽ KC പിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം. ശശി തരൂർ MPയെയും അദ്ദേഹം വിമർശിച്ചു. തരൂരിന്റെ ശരീരം അവിടെയും ചിന്ത മറ്റ് എവിടെയെങ്കിലുമാണ്. അതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു. മനസ്സെല്ലാം അവിടെ, തടി ഇവിടെ, തരൂരിന്റെ ശരീരം അവിടെ, ചിന്ത അവിടെ. അദ്ദേഹം മാത്രമല്ല, അത്തരക്കാർ 2-3 പേരുണ്ട് കമ്മിറ്റിക്കകത്ത്. ഇതാണ് പുതിയ കോൺഗ്രസ്. പുതിയ കോൺഗ്രസ് ഗാന്ധിജിയെ മറന്ന കോൺഗ്രസ് ആണ്. വിജയത്തിന്റെയും തോൽവിയുടെയും മുമ്പിൽ നാം പാഠങ്ങൾ പഠിക്കും. പാഠങ്ങൾ 2 പേർക്കും പഠിക്കണം. വിജയിച്ചാലും പഠിക്കണം, തോറ്റാലും പഠിക്കണം. വിജയിച്ചാൽ അതിന്റെ പാഠങ്ങൾ പഠിക്കണം, തോറ്റാൽ ആ തോൽവിയെ പറ്റി പാഠം പഠിക്കണം. ആ പാഠം പഠിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അക്കങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് പരാജയം ഒത്തിരിയല്ല. 2010 ഇതുപോലെ പറഞ്ഞു, വലതുപക്ഷം പറഞ്ഞു, കേരളത്തിൽ നമ്മുടെ ആഫീസ് പൂട്ടി, ആകപ്പാട് പൊളിഞ്ഞ് പാലസായി, ഇനി ഒരു രക്ഷകല്ല ഇടതുപക്ഷത്തോ എന്ന് പറഞ്ഞു അവരെല്ലാവരും പിടിച്ചെന്നുകൊണ്ട് പറഞ്ഞു. പക്ഷേ എന്താ ഉണ്ടായത്? 2011 ജനങ്ങൾ പറഞ്ഞു, ഈ പക്ഷം തോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തോൽക്കേണ്ട പക്ഷമല്ല ഇത്, ഈ പക്ഷം ജയിക്കേണ്ട പക്ഷമാണ്. ഈ പക്ഷമാണ് പ്രതീക്ഷയുടെ പക്ഷമെന്ന് ജനങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്ക് മുമ്പിലായിരിക്കും നാം തലകുനിക്കേണ്ടതുക, മറ്റെവിടെയും തലകുനിക്കില്ല. കേരളത്തിനും ഇന്ത്യക്കും നമ്മുടെ ആവശ്യമുണ്ട്. ഇടതുപക്ഷമില്ലെങ്കിൽ ആര് പറയും തൊഴിലാളിക്ക് വേണ്ടി? ആര് പോരാടും പാവങ്ങൾക്ക് വേണ്ടി? ആര് ശക്തമായി ശബ്ദമുയർത്തും നീതിക്ക് വേണ്ടി? ആ പക്ഷം ഇടതുപക്ഷമാണ്. ആ ബോധ്യം ഒരക്ഷരം മാത്രമല്ല, വിശ്വാസ പ്രമാണമായി നമുക്കെല്ലാം ബോധ്യപ്പെട്ടാൽ ജനങ്ങൾ ആ ബോധ്യത്തെ പങ്കിട്ടെടുക്കും. അല്ലെങ്കിൽ അവർ പറയും, നിങ്ങൾ അവരെ പോലെ ആയാൽ ഞങ്ങൾ പൊറുക്കില്ല എന്ന് പറയും. നാം ആകില്ല എന്ന് നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ആകാൻ നമുക്ക് പറ്റില്ല, നമുക്ക് നമ്മളാകാനേ പറ്റൂ. പുത്തൻ സങ്കേതം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ തയ്യിൽ വീട്ടിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ സമ്മേളനം ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. നാം ജീവിക്കുന്ന കാലത്തെ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും അനാവശ്യമായി മൂല്യത്തെ അർത്ഥം ചമയ്ക്കാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ട്. തെറ്റാണത്. മൂല്യമെന്ന വാക്കിന്റെ അർത്ഥം അതല്ല, പണമെന്നല്ല. അത് ആശയമാണ്, ജീവിതമാണ്, നിഷ്ഠകളാണ്, തീരുമാനമാണ്. അതാണ് മൂല്യം. ആ മൂല്യമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും ഒരു പുറത്തോടായി പോകും. ഇതാണ് നാം KC പിള്ളയെ ഓർക്കുന്നതെന്ന് നമ്മളെല്ലാം പഠിക്കേണ്ട ഈ കാലത്തിൻ്റെ രാഷ്ട്രീയ സത്തയെന്ന് ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറയട്ടെ. KC പിള്ളയും ആ നേതാക്കന്മാരെല്ലാവരും തന്നെ നമുക്കെപ്പോഴും പറഞ്ഞു തന്ന പാഠം അതാണ്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന പാഠം. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേരം സ്വാഗതം പറഞ്ഞു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ സരസമായി, എന്നാൽ ഉൾക്കൊള്ളിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് KC പിള്ളച്ചേട്ടൻ നടത്തുന്ന കൊച്ചു കൊച്ചു പ്രസംഗങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുക. KC പിള്ളച്ചേട്ടൻ്റെ ഒരു വർത്തമാന ശൈലിയും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഈ നാട് ഒന്നടങ്കം KC പിള്ളച്ചേട്ടനോടൊപ്പം നിന്നിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രാജേന്ദ്രൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MS താര, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G ലാലു, R വിജയകുമാർ, RS അനിൽ, ഖണി ബെഞ്ചമിൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ, ജില്ലാ കമ്മിറ്റി അംഗം G മുരളീധരൻ, മോഹനക്കുട്ടൻ, P ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.